ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഏൽപ്പിക്കാം. എന്താ അത്? രാജീവ് സാറിന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായവര് ഇപ്പോഴും പുറത്തുണ്ട്. ഞാൻ എന്റെ പപ്പടം കൂടി പൊള്ളിക്കായിരുന്നു. ജഗന് പപ്പടം വലിയ ഇഷ്ടാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാ ഇനി മുതൽ അങ്ങോട്ട് ജഗന്റെ ഇഷ്ടങ്ങളാണല്ലോ എന്റെ ഇഷ്ടങ്ങൾ. ജഗന്റെ മുഖത്തിപ്പോ ഒരു ഉത്തരവാദിത്വമുള്ള ഭർത്താവിന്റെ ഗൗരവമൊക്കെ വന്നു തുടങ്ങിയോ എന്നൊരു സംശയം. കഞ്ഞി കുടിക്കേ. അല്ല, വന്ദന കഴിച്ചില്ലല്ലോ. കുരുക്കിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയവൻ തന്നെ മറുകുരുക്കിൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്നു. ഭാവി തുലച്ചടങ്ങുന്നുള്ള വാശി തന്നെയാ തല തിരിഞ്ഞവൻ. നേരെ ഇത്രയായിട്ട് അവന്റെ തലവെട്ടം പോലും കാണുന്നില്ലല്ലോ നശിക്കാനായിട്ട് പറഞ്ഞവൻ. എടാ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ എന്ത് കാര്യം ചെയ്യുന്നതും എന്നോട് ആലോചിച്ചു വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ. എന്നിട്ട് എന്നോട് ചോദിക്കാതെ വന്ദനയും കൂടി ആ ACPയെ കാണാൻ പോയത് എന്തിനാണെന്ന്? എനിക്ക് വേണ്ടി കൊലക്കുറ്റ ഏറ്റെടുക്കാൻ മിണ്ടാപ്രാണിയായ വിനോദനെ മാത്രമേ അതിന് കിട്ടിയുള്ളൂ. അയാൾ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവനല്ല, അനാഥനുമല്ല. എന്റെ ഭാര്യ വന്ദനയുടെ കൂടപ്പുറപ്പാണ് അയാൾ. അതൊന്നും എനിക്കറിയില്ല, അതെനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ മോന്റെ ജീവിതം, അവന്റെ സുരക്ഷിതത്വം, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. എടാ, നീ ഇപ്പൊ സേഫാ. വെറുതെ ഓരോന്ന് ആ ACPയോടും വന്ദനയോടും വിളിച്ച് പറയരുത് മോനെ. എടാ, നിന്റെ നാശത്തിനുള്ള കുഴി നീ തന്നെ തോണ്ടരുതെന്ന്. ഇത് ആജ്ഞയല്ല, ഒരച്ഛന്റെ അപേക്ഷയാടാ. വേണ്ടച്ച, ഞാൻ സുരക്ഷിതനാണെന്നോ? നിരപരാധിയും നാക്കെടുക്ക പ്രാണിയുമായ ഒരാൾ എനിക്ക് വേണ്ടി അകത്ത് കിടന്ന് നിറയാതിനെ അനുഭവിക്കുമ്പോ എനിക്കെന്ത് സുരക്ഷയാണ് അച്ഛ? മനസാക്ഷിക്ക് ചങ്ങലപ്പൂട്ട് വീഴുന്നവന്റെ സുരക്ഷയ്ക്ക് എന്താണ് അർത്ഥം? അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇവിടെ മക്കളെ, നീ അവിവേകൊന്നും കാണിക്കരുത്. ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേൾക്കും. ഏയ്, അച്ഛനൊന്നും പറയണ്ട. ഇനി എന്താ വേണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം. ഹലോ ഹലോ ഹലോ, കട്ട് ചെയ്തോ? എന്റെ കാര്യം. സ്വിച്ച് ഓഫ്. ഈശ്വരാ.
ആക്സിഡന്റിലാണ് രാജുവും അമ്മയും കൊല്ലപ്പെട്ടത്. ഞാനാണ് കുറ്റവാളി. ഞാൻ മാത്രമാ. ജഗ, അമ്പലത്തിൽ പോയതായിരുന്ന അടുക്കളയുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. വെളുപ്പിന് എപ്പോഴോ വന്ന് കിടന്നതല്ലേ, ഉണർത്തണ്ടെന്ന് കരുതി. പാതിരാത്രി കഴിയുവോളം ചിന്തിച്ചിരിക്കലും ഫോൺ ചെയ്യലും ഫോൺ വരലും ഒക്കെ അല്ലേ. ഇത്ര ടെൻഷൻ അടിക്കാനുള്ള കാരണം ചോദിച്ചാ ജഗന്റെ വായിന്ന് ഒരു മറുപടിയും കിട്ടുകയില്ല. എന്താ ജഗ, രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിക്കാൻ വല്ല പരിപാടിയുണ്ടോ? ഇലക്ഷനൊക്കെ അടുത്ത് വരല്ലേ? ഏയ്, അതൊന്നുമല്ല. രാഷ്ട്രീയം ഇടയ്ക്കൊന്ന് നിർത്തിവെച്ചെന്ന് വെച്ച് അത് മുഴുവനായിട്ടങ്ങ് കളയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ ഉറക്കം കിടക്കുന്ന പ്രശ്നം വർഷയെ കാണാതായത് തന്നെയാണ്. പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ലൊരു പ്രതികരണം പോലും കിട്ടിയിട്ടില്ല. ദിയമോളുടെ കാര്യത്തിലും ടെൻഷനുണ്ട്. കാവല് വെച്ച് തന്നെ ദിയമോളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നത് കണ്ടില്ലേ? ഗ്രഹനാഥന് ഉത്തരവാദിത്വം കൂടിയപ്പോ ഉറക്കത്തിന്റെ കാര്യം കമ്മിയായി അല്ലേ? എന്നാ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഏൽപ്പിക്കാം. എന്താ അത്? രാജീവ് സാറിന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായവര് ഇപ്പോഴും പുറത്തുണ്ട്. ഏതോ രാഷ്ട്രീയക്കാരന്റെ തണലിൽ അവർ സുരക്ഷിതരായി കഴിയാം. അവരെ കണ്ടെത്താൻ എനിക്ക് ജഗന്റെ സഹായം വേണം. വന്ദന ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. ദിയമോൾ എന്നെ വിളിക്കുന്നത് അമ്മ എന്ന. ആ വിളിക്ക് ഞാൻ യോഗ്യയാവണമെങ്കിൽ അവളുടെ അച്ഛന്റെ കൊലപാതകയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പിന്നെ രാജീവ് സാറിന്റെ അമ്മ ശ്രീവിദ്യാമ്മയില്ലേ, അവരെന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചിരുന്നത്. അവരുടെ ആത്മാവിനോടും എനിക്ക് നീതി പുലർത്തണം. മാനത്തെ കൊട്ടാ